അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു സുമറിൽ 45-ാമത്തെ ആയത്തിൽ അള്ളാഹു നമ്മെ ഉണർത്തുന്ന ഒരു കാര്യം വളരെ പ്രധാനമാണ്. ഈ ആയത്ത് നമ്മൾ കൂടെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, തൗഹീദിനെ കുറിച്ച് പറയുമ്പോൾ, സുന്നത്തിനെ കുറിച്ച് പറയുമ്പോൾ, ബിദ്അത്തിനെ ചർച്ച ചെയ്യുമ്പോൾ ചില ആളുകൾക്കൊക്കെ വല്ലാതെ അസ്വസ്ഥത. എന്തിനാണ് ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? വേറെ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടുകാര്യങ്ങൾ പറയാം, നമ്മുടെ നാട്ടിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ പറയാം, തമാശകൾ പറയാം. എപ്പോഴും ഈ തൗഹീദ്, എപ്പോഴും ഇതന്നെ എനിക്ക് പറയാനുള്ളൂ എന്ന രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ, ദീനിനെ കുറിച്ച് പറയുമ്പോൾ അസ്വസ്ഥരാകുന്ന ആളുകൾ അള്ളാഹ് പറയാണ്, വഇദാ ദുകിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ. പരലോകത്തെ വിശ്വസിക്കാത്ത ആളുകൾ, അള്ളാഹ് അങ്ങനെയാണ് അവരെ കുറിച്ച് പറയുന്നത്. ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോക വിശ്വാസമില്ലാത്ത ആളുകൾ, അവർക്ക് മുമ്പിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവർ അസ്വസ്ഥരാകും. അങ്ങനെ കേൾക്കാൻ അവർക്കൊരു സുഖം തോന്നില്ല. എന്നാലോ വഇദാ ദുകിറൽ ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. ഇനി അത് അള്ളാഹുവിനെ കുറിച്ചല്ലാതെ ദുനിയാവിന്റെ കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ അവർ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്, അവർ ഭയങ്കര സന്തോഷവാന്മാരാണ്. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം, ഇതാവുമ്പോൾ കുറച്ച് രസമുണ്ട്, ഇതാവുമ്പോൾ കുറച്ച് നമുക്ക് റാഹത്തുണ്ട്. മറ്റേത് എപ്പോഴും ഈ ബിദ്അത്ത്, അത് പറ്റൂല, ഇത് പറ്റൂല, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, എപ്പോഴും തൗഹീദ്, എപ്പോഴും തൗഹീദ്, അള്ളാഹ് മാത്രം മതി. ഇവൻ വായെടുത്താൽ അതേ പറയുള്ളൂ, ഇവനിക്ക് ഗ്രൂപ്പിൽ അതേ ഇടാനുള്ളൂ, വേറെ എന്തൊക്കെ ഇടാം, വേറെ എന്തൊക്കെ ക്ലിപ്പുകൾ, തമാശയും അതേപോലെയൊക്കെ ഇടാം എന്ന രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്ന ആളുകൾ ഭയപ്പെടണം. നമ്മൾ പേടിക്കണം. പരലോക വിശ്വാസമില്ലാത്തവർ എന്നാണ് അള്ളാഹു അവരെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് എത്ര കേട്ടാലും മടുപ്പ് നമുക്ക് തോന്നരുത്. ദീനാണ്, കേൾക്കണം. അള്ളാഹുവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കണം, പറഞ്ഞുകൊണ്ടിരിക്കണം, തൗഹീദിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. എവിടെ ചർച്ച ചെയ്യുമ്പോഴും നമുക്ക് തൗഹീദ് പറയാനുണ്ട്, എവിടെ ചർച്ച ചെയ്യുമ്പോഴും നമുക്ക് സുന്നത്തും ബിദ്അത്തും സംസാരിക്കാനുണ്ട്. എന്ത് വിഷയത്തിലേക്ക് നമ്മൾ സംസാരിച്ചെത്തിയാലും അവിടെ ദീൻ എന്ത് പറയുന്നു, അള്ളാഹു എന്ത് പറയുന്നു, അള്ളാഹുവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ ഖുദ്റത്ത്, അതൊക്കെ ചർച്ച ചെയ്യുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അതെത്ര ആവർത്തിക്കപ്പെട്ടാലും അത് കേൾക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും വേണം. അപ്പൊ അതിൽ നിന്ന് അസ്വസ്ഥത കാണിക്കുന്ന ആളുകൾ, നമുക്കങ്ങനെ ഒരു അസ്വസ്ഥത വരുന്നുണ്ട് എങ്കിൽ, പ്രത്യേകിച്ച് തൗഹീദൊക്കെ പറയുമ്പോൾ, ബിദ്അത്തൊക്കെ പറയുമ്പോൾ, സുന്നത്തൊക്കെ പറയുമ്പോൾ ഒരു അസ്വസ്ഥത വരുന്നുണ്ട് എങ്കിൽ, ശിർക്കിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അസ്വസ്ഥത, നമ്മൾ നമ്മുടെ ഈമാനിനെ സൂക്ഷിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. നമ്മുടെ ഈമാൻ ബലഹീനമാണ്. അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ അസ്വസ്ഥരാകുന്നത് നമ്മുടെ ഈമാനിന്റെ ബലഹീനതയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.